ഒരു കിണ്ണം കാശി പടം തിയേറ്ററിൽ നിന്ന് കണ്ടു, ബ്ലാസ്റ്റ്. ഇതാണ്ട് ആക്ഷൻ പടം എന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ. ആക്ഷൻ പരിപാടികൾ ഗംഭീരം, പെർഫോമൻസ് അടിപൊളി, ആക്ഷൻ കൊറിയോഗ്രഫി അത് പെർഫോം ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി, വിഷ്വൽ അടിപൊളി, ഗംഭീര ഫീല്, എല്ലാം കൊണ്ടും ഒരു അടിപൊളി പടം. ഒരു പക്ഷേ ഞാൻ ഈ സിനിമ കാണുന്നത് കാട്ടാളൻ റിലീസായിട്ടുള്ള അതേ ദിവസം, കറക്കം റിലീസായിട്ടുള്ള അതേ ദിവസം, ഈ 2 മലയാള സിനിമകളും കണ്ടതിന് ശേഷം 3ാമത്തെ സിനിമയായിട്ടാണ്. ഈ സിനിമ കണ്ടു വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റായി എന്നുള്ളതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് വെള്ളിയാഴ്ച രാവിലെ ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഞാൻ വെള്ളിയാഴ്ച കണ്ടു എന്നല്ല, വ്യാഴാഴ്ച കണ്ടു. അപ്പോൾ ഈ 2 സിനിമകളും കണ്ടതിൻ്റെ ഒരു ക്ഷീണമുണ്ട്, പ്രത്യേകിച്ച് കാട്ടാളനൊക്കെ കണ്ടതിൻ്റെ ക്ഷീണമുണ്ടല്ലോ, അത് മറന്ന് ഞാൻ വേറെ തന്നെ ചിലപ്പോൾ അങ്ങനെ ഈ 2 പടങ്ങൾ കഴിഞ്ഞിട്ട് ഇതിന് കയറിയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഹൈ കിട്ടിയിട്ടുണ്ടാവുക. ഇല്ല, അങ്ങനെ പറയേണ്ടതില്ല. ഗംഭീര പരിപാടിയായിരുന്നു. നിങ്ങൾ ആക്ഷൻ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലോജിക്കും കൂടി എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ അടിപൊളി പരിപാടിയാണ്. അതിൽ നമ്പർ 1 തിങ്, സിനിമ തുടങ്ങി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം രവി ബസ്രൂറിൻ്റെ മ്യൂസിക്കാണ്. രവി ബസ്രൂർ തന്നെയാണ് നമ്മുടെ കാട്ടാളന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. പക്ഷേ കാട്ടാളനിൽ പുള്ളി ചതിച്ചു. പുള്ളിയുടെ പല സിനിമകൾക്കായിട്ട് എടുത്ത് വെച്ച് ഉണ്ടാക്കിയതിൻ്റെ മിച്ചം വന്നതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടായിരിക്കാം പഴയ തെലുങ്ക് പടങ്ങളുടെ റെഫറൻസ് എല്ലാം വെച്ചിട്ടാണ് ഇവർ ഈ പടം ചെയ്തിരിക്കുന്നത്. സിനിമയെ തെലുങ്ക് പടങ്ങളുടെ കട്ടാണ്. അപ്പം മ്യൂസിക്കും അത് അങ്ങനെ തന്നെ പുള്ളി പഴയതെല്ലാം വെച്ച് അവരെ പറ്റിച്ചു. പക്ഷേ ഈ സിനിമയിൽ ആ സിനിമയുടെ കൾച്ചറുണ്ട്, കഥാപാത്രങ്ങളുടെ ഒരു രീതിയുണ്ട്, അതിനൊക്കെ അനുസരിച്ച് ഗംഭീര വർക്കാണ് നടന്നത്. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിയാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ആ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ അഭിരാമി, പ്രീതി മുകുന്ദൻ തുടങ്ങിയവരുടെയൊക്കെ ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുമ്പോൾ ഈ സ്വരങ്ങളൊക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്, ഒരു രക്ഷയില്ലാത്ത പരിപാടി. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിച്ചടുക്കിയിട്ടുള്ളൊരു പടമാണ്. ഞാൻ ഈ കാട്ടാളനൊക്കെ കണ്ടപ്പോഴേ ഇങ്ങനെ ഇത് തന്നെ ഉള്ളൂ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ തൃപ്തിയായി. അണ്ണാ കൊള്ളാം, അടിപൊളി, സൂപ്പർ എന്ന് നമുക്ക് പറയാൻ തോന്നും. അതുപോലെ ഇതിൻ്റെ വിഷ്വൽ സൈഡ് ഫുൾ ഇടിയാണ്, വാരി കെട്ടിയുള്ള ഇടിയുണ്ട്. എന്നാൽ അതേസമയം അതിൽ പൊതിഞ്ഞ് വരുന്ന കുറച്ച് സിറ്റുവേഷണൽ ഹ്യൂമറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ എലിവേഷൻ സീക്വൻസുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ക്യാമറ ആംഗിൾ പ്ലേസ് ചെയ്യുന്നത് ഈ കഥാപാത്രത്തിൻ്റെ വേരിയേഷൻസ് വരുന്ന സമയത്ത്, അതായത് ഒരാൾ കീഴടങ്ങി നിൽക്കുന്ന സമയത്തും അയാൾ ഒരു ഹൈ മൊമെൻറ്റിലേക്ക് വരുമ്പോഴൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗംഭീര ക്യാമറ വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ പടത്തിന് എന്ത് വേണോ അത് അറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേരും ക്രെഡിറ്റും എല്ലാം പറയാൻ ആഗ്രഹിക്കുകയാണ്. സിനിമാറ്റോഗ്രാഫി അരുൺ രാധാകൃഷ്ണനാണ് ചെയ്തത്. എഡിറ്റർ പ്രദീപ് ഇ രാഘവാണ്. ആക്ഷൻ ഫീനിക്സ് പ്രഭുവാണ് ചെയ്തിട്ടുള്ളത്. വിഷ്വലും മ്യൂസിക്കും കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരു ആക്ഷൻ ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ എന്ന് വെച്ചാൽ കരാട്ടെ പഠിച്ചിട്ടുള്ള അച്ഛനും അമ്മയും അവരുടെ മകളെയും അവർ കരാട്ടെ പഠിപ്പിക്കുന്നു. കുറച്ച് വില്ലന്മാർ വേറെ സൈഡിലുണ്ട്. ഇവർ കരാട്ടയൊക്കെ ആണെങ്കിൽ ഇവർ സമാധാനമായിട്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. പക്ഷേ ഒരു കൊടൂര വില്ലൻ ഒരു കൊടൂര കാര്യം ചെയ്യാൻ പോകുന്നു. ഇവർ രണ്ടുപേരും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുകയാണ്. അവസാനം ഇവർ തമ്മിൽ ഫൈറ്റ് ആവുകയാണ്. അപ്പോൾ പറയത്തക്ക വലിയ ആൾബലമോ സാമ്പത്തിക ബലമോ ഒന്നും ഇല്ലാത്ത ഈ കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഈ കൊടൂര വില്ലനെ ഒന്നും അല്ലാതാക്കി കളയുന്നു എന്ന് പറയുന്ന പരിപാടിയാണ്. പക്ഷെ അതിനെ എത്രത്തോളം കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കാമോ, എത്രത്തോളം സ്റ്റൈലിഷായി അവതരിപ്പിക്കാമോ. മാത്രമല്ല ഇവർ കരാട്ടെ പഠിച്ചവരാണല്ലോ, അപ്പോൾ അവരുടെ അടിയിൽ അതാണ് വേണ്ടത്, അല്ലാതെ വേറെ മിക്സഡ് സാധനങ്ങൾ വരാൻ പാടില്ല. ആ ഒരു കാര്യത്തിനോട് വളരെയധികം നീതി പുലർത്തിക്കൊണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഫൈറ്റ് പരിപാടികളൊക്കെയാണ്. പിന്നെ നമ്മൾ ചില സിനിമകൾ, തമിഴ് സിനിമകൾ പ്രത്യേകിച്ച് കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, ഈ മെയിൻ വില്ലന് തോക്കെടുത്ത് വെടിവെച്ചാൽ പോരെ, ഇയാളൊന്നിന് ഇടി ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലേണ്ട സിറ്റുവേഷനിൽ കത്തിയും കൊടുത്ത് ആളെ വിടുക എന്നൊക്കെ പറയില്ലേ. പക്ഷേ ഇവിടെ ഓരോന്നും കറക്റ്റാണ്. ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ പോകുന്ന ആളുകൾ ഇങ്ങനെയേ ചെയ്യുള്ളൂ. അതൊക്കെ അതേപോലെ പോയിട്ട് ആ ഫൈറ്റ് കൊറിയോഗ്രഫി സിനിമയുടെ തിരക്കഥയോട് കഥാപാത്രങ്ങളോട് നീതി പുലർത്തുന്നു. പ്ലസ് ആസ് എ പ്രേക്ഷകൻ നമുക്ക് തരുന്നൊരു ഹൈ ഉണ്ട് മാൻ. ഞാനിങ്ങനെ ഈ കാട്ടാളനൊക്കെ കണ്ടപ്പോഴും ഞാൻ ആലോചിച്ചു, നമുക്ക് ചിലപ്പോൾ ഒരുപാട് സ്റ്റൈലൈസ് ചെയ്തിട്ടുള്ള ക്യാമറ മൂവ്മെൻറ്റ്സും പിന്നെ പുറത്തുനിന്നൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുള്ള ക്യാമറയും കുറേ എഡിറ്റിംഗ് പരിപാടികളൊക്കെ വെച്ചുകൊണ്ട് ഒരു ഗിമ്മിക്കായിട്ട് ഗുഷു 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 എന്ന് പറഞ്ഞ സ്റ്റൈലൊക്കെ ഇടാൻ പറ്റും. പക്ഷേ അടി എന്ന് പറഞ്ഞാൽ അത് കാണണം. അതായത് ഒരാളെ കിക്ക് ചെയ്യുകയാണെങ്കിൽ, പഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഒരടി കൊണ്ട് വീഴുകയാണെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റണം. അല്ലാതെ കൈ പൊക്കുന്നിടത്തുനിന്ന് അടുത്ത കട്ടിൽ വില്ലൻ തലയും കുത്തി 2 കറക്കം കറങ്ങി വീഴുന്നു എന്ന് പറയുന്ന ഷോട്ട് പ്ലേസ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നതുണ്ട്, ചില സമയത്ത് അത് നല്ല സ്റ്റൈലുമാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന പല സിനിമകളിലും അതൊക്കെ തന്നെ ഉള്ളൂ. നായകൻ കൈ പൊക്കുന്നു, വില്ലൻ കറങ്ങി വീഴുന്നു. ഇടി എവിടെ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നില്ല. ഇതിനകത്ത് ഇടിയുണ്ട്, നല്ല കിണ്ണം കാച്ചി ഇടിയുണ്ട്. പ്രീതി മുകുന്ദൻ്റെ ആദ്യത്തെ ഫൈറ്റ് സീക്വൻസ്, അവരുടെ ഇൻട്രോ പരിപാടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവരങ്ങോട്ട് സെറ്റ് ആവുന്നില്ലല്ലോ. കാരണം ഇടിക്കുമ്പോഴൊക്കെ, അതായത് ഈ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ള ആളുടെ പഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും ആ പഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ ബോഡി മൂവ്മെൻറ്റ്സിലൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രീതിയുടെ ആദ്യത്തെ ഫൈറ്റിൽ എനിക്ക് ചില സ്ഥലങ്ങളിൽ ഫീൽ ചെയ്തത്, സാധാരണ ഇതിനൊന്നും പ്രാക്ടീസ് ചെയ്യാതെ പലരും വന്ന് ആക്ഷൻസ് ഒക്കെ ചെയ്യുമല്ലോ,
അതുപോലെ തോന്നിയുള്ളൂ. പക്ഷേ പിന്നീട് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് അടിപൊളിയായിട്ട്, പ്രത്യേകിച്ച് അവസാന ഭാഗത്തേക്ക് സാക്ഷാൽ ആക്ഷൻ കിങ് അർജുൻ്റെ കൂടെ നിന്നിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ മാൻ അവർ കിടുക്കിയിട്ടുണ്ട്. അഭിരാമി ഉണ്ടല്ലോ, ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ രാജസേനൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടത്. ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് പറയുന്ന സിനിമ അന്ന് അഭിനയിച്ചതിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം ഞാനാണെങ്കിൽ ഇപ്പം ചെയ്യില്ല എന്നൊക്കെ അഭിരാമി പറഞ്ഞതിനെക്കുറിച്ച് രാജസേനൻ പുച്ഛിക്കൊക്കെ ഉണ്ടായി. എന്നിട്ട് പുള്ളി അതിൻ്റെ കൂടെ പറഞ്ഞത്, ഞാൻ ക്യാമറ ലെൻസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ്. നിങ്ങൾ ഈ സിനിമ കാണണം, നിങ്ങൾ അഭിരാമിയെ കാണണം. നിങ്ങൾ ഈ പറയുന്ന ലെൻസും കൊണ്ടാണ്ടൊരു സാധനമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊന്നുമല്ല, അവരങ്ങ് നിന്ന് പെർഫോം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ എന്ത് കയ്യടിയോടെ ഒരു വാങ്ങിച്ചു കിട്ടി, കയ്യടിയാണ് വാങ്ങിച്ചു കൂട്ടിയത്. എന്ത് കൺവിൻസിങ് ആയിട്ടാണ് അവർ ആക്ഷൻ ചെയ്യുന്നത്. എന്നാൽ അതേസമയം അവരുടെ ആ അമ്മ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് അതുപോലെ ഉണ്ട്. അയ്യോ, വെൽ പ്ലേഡ് ആൻഡ് വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അഭിരാമി തൂക്കി എന്ന് പറയുന്നത് പോലെ പ്രീതി മുകുന്ദൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സാധാരണ അവരുടെ സിനിമകളിലൊക്കെ വരുന്ന പോലെ അയ്യോ പാവം എന്ന് പറഞ്ഞൊരു നായിക പ്രേമിക്കാൻ ആരെങ്കിലും വരുമ്പോൾ എന്നെ ഒന്ന് പ്രേമിക്കും എന്ന് പറഞ്ഞു പോകുന്ന ആ ടിപ്പിക്കൽ കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ വേറെ പല കാര്യങ്ങളൊക്കെ ഉണ്ടോ. അല്ലാതെ ഏതെങ്കിലും ഒരുത്തും പ്രേമിക്കാൻ വരുമ്പോൾ അവൻ്റെ പുറകെ തൂങ്ങി നടക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നായികമാർക്ക് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ആദർശങ്ങളുണ്ട്, അവരതിന് പ്രിപ്പയർ ചെയ്യുന്ന അവരുടെ ഫാമിലി ഉണ്ട്. അതിനൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കുറച്ച് സ്ഥലങ്ങളിൽ വേണമെങ്കിൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ പോലെയൊക്കെ ആകാമായിരുന്ന പല സിറ്റുവേഷൻസും ഇവരുടെ ഈ കോൺവെർസേഷൻ്റെ, അതായത് ഈ പെർഫോമേഴ്സിൻ്റെ കോൺവെർസേഷൻ കൊടുക്കലിൻ്റെ അതിൻ്റെ ഒരു ബലത്തിൽ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. പിന്നെ സാക്ഷാൽ ആക്ഷൻ കിങ് അർജുൻ അടിപൊളി. എന്ന് വെച്ചാൽ ഫ്രം ദ ബിഗിനിങ് ഫസ്റ്റ് ഷോട്ട് മുതൽ അവർ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അയാളൊരു ജില്ലക്കാരെ മുഴുവൻ ഇടിച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. അതിൽ കൺവിൻസിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 24 മണിക്കൂർ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല, പുള്ളി ഇടികൊണ്ട് വീഴും, തളരും, ബോധം പോവും, എല്ലാം ഉണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് സർപ്രൈസുകൾ വരുന്നത്. മാൻ, ചില സീനുകളൊക്കെ ഉണ്ടല്ലോ, ഏറ്റവും മോനെ നമ്മൾ കൈയടിക്കുക. എനിക്ക് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് വന്നടാ നമ്മുടെ കുങ്ഫു പാണ്ട എന്ന് പറയുന്ന പോലെ ഒരു സാധനം വന്ന് മാൻ, അയ്യോ, ഞാനത് ഒന്നും പറയുന്നില്ല. ഒരുപാട് സർപ്രൈസ് എലമെൻറ്റുകളുണ്ട്. വന്ന് വീഴുന്നത്, ചില ഡയലോഗുകൾ പറയുന്നത്, ചില സമയത്ത് വിട്ടുകൊടുത്തിട്ട് അവർ വീണ്ടും പിടിക്കുന്നത്, അങ്ങനെ കുറേ സർപ്രൈസ് എലമെൻറ്റുകളൊക്കെ വെച്ചിട്ട് കിണ്ണം കാച്ച ആക്ഷൻ സീക്വൻസുകളും ഇവരുടെ ഗംഭീര പെർഫോമൻസുകളും അതിനൊത്ത വിഷ്വൽസും എല്ലാം ചേർന്നിട്ട് ഒരു അടിപൊളി പടം. പക്ഷേ ഇതിൻ്റെ കഥ നിങ്ങൾ നോക്കിയാൽ ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന സിമ്പിൾ കഥയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ആക്ഷൻ പടത്തിന് നമ്മൾ പലപ്പോഴും പറയും ഈ ആക്ഷൻ സിനിമ കാണാൻ പോകുമ്പോൾ കഥ നോക്കരുതെന്ന്. കഥ എന്തിനാണ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺവിൻസിങ് ആയിരിക്കണം, എന്നാലേ ഈ ഇടിക്കൊക്കെ ഒരു പഞ്ച് ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണണം. ഇതിൽ വലിയ കഥയൊന്നുമില്ല, ചില സമയത്ത് വളരെ അൺബിലീവബിളാണ്. പക്ഷേ അത് എടുത്തു വെച്ചേക്കുന്നത് അതൊക്കെയാണ് സംവിധാന മികവെന്ന് പറയുന്നത്. വെൽ പ്ലേസ്ഡ് ആയിട്ടൊരു സാധനം നമ്മുടെ കയ്യിൽ വെൽ പാക്കേജ്ഡ് ആയിട്ട് തരികയാണ്. നിങ്ങൾക്ക് വേറെ ഓപ്ഷനില്ല. നിങ്ങൾക്ക് കൈയടിക്കുക ഓപ്ഷനുള്ളൂ, നിങ്ങൾക്ക് കൂവി വിളിക്കുക ഓപ്ഷനുള്ളൂ, നിങ്ങൾക്ക് എൻജോയ് ചെയ്യുക ഓപ്ഷനുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു പടമാണ് ബ്ലാസ്റ്റ്. എന്നെ സംബന്ധിച്ച് തമിഴ് സിനിമയുടെ ഒരു ഗ്ലോറി ഉണ്ട്. കോമഡി ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും മറ്റ് ഇമോഷൻസ് പരിപാടികളൊക്കെ ആണെങ്കിലും അവരതിൻ്റെ പീക്കിൽ ചെയ്യും. ചില സമയത്ത് നമുക്കത് ക്രിഞ്ചായിട്ട് തോന്നും, നമ്മൾ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവരേറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഗ്ലോറി ഇത്രയും ചുരുങ്ങിയ ബഡ്ജറ്റിൽ നിങ്ങൾ ഈ സിനിമയൊക്കെ കണ്ടു നോക്കി പറയാൻ വലിയ അവിടുന്ന് ഇവിടുന്ന് ക്യാമറയും മറ്റേ 25 ഭാഷയിൽ നിന്ന് നടന്മാരെയൊക്കെ വലിച്ചിറക്കി ഈ ചെയ്യുന്ന കൂട്ടുന്ന കാര്യം സിമ്പിളായിട്ട് അവർ ഒരു കുഞ്ഞു സാധനമുണ്ട്. ആ കുഞ്ഞു സാധനത്തിന് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കാൻ വലിയ ആനപിടിപ്പത് ബഡ്ജറ്റൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാം, അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ചില ഇടങ്ങളിൽ എനിക്ക് ചില ഷോട്ടുകളിലൊക്കെ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 1-2 കാര്യങ്ങളാണ്. പിന്നെ അതൊന്നും ഈ പടത്തിൽ നോക്കേണ്ടതല്ല. ഇത് ജസ്റ്റ് പോപ്കോണും വാങ്ങിച്ചിരുന്ന എൻജോയ് ഉണ്ടാണ്. ആകെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യം, ഇത് US 16+ ആണ്. അതായത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായി നിങ്ങൾ തിയേറ്ററിലേക്ക് പോകുകയാണെങ്കിൽ പേരൻ്റൽ ഗൈഡൻസ്, വിവരമുള്ള അച്ഛനമ്മമാരുടെ ഗൈഡൻസ് വേണമെന്നാണ്. ഞാൻ തിയേറ്ററിൽ ചെല്ലുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പൊടി പിള്ളേർ വരെ ഉണ്ടായിരുന്നു. ആ പിള്ളേരുടെ പ്രായത്തിലുള്ള കുട്ടി കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുക, അതൊരു സ്ത്രീ ശക്തീകരണം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ആ സിനിമയിൽ അവതരിപ്പിക്കുന്നതെങ്കിലും കുട്ടികൾ ഫൈറ്റ് ചെയ്യുന്ന സീക്വൻസ് ഉണ്ട്. മറ്റേ ഒറ്റ ചവിട്ടിന് മറ്റേ കുട്ടിയെ ചവിട്ടി തെറിപ്പിക്കുക, ഇടിച്ച് തെറിപ്പിക്കുക, അങ്ങനത്തെ കുറച്ച് സീക്വൻസുകളുണ്ട്. അതൊക്കെ പിള്ളേർ അനുകരിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് US 16+ കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികളുമായി തിയേറ്ററിലേക്ക് പോരുതെന്ന് ഞാൻ പറയും. ഞാൻ ഇന്ന് കണ്ട തിയേറ്ററിൽ തിരുവനന്തപുരത്തെ ലെൻ സിനിമാസിൽ ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നതിൽ ഒരു 40% കൊച്ചുകുട്ടികളാണ്. എന്ന് വെച്ചാൽ 2 ചേച്ചിമാർ വന്നു, അവർ 2 സൈഡിൽ ഇരുന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു 6-8 പിള്ളേർ നിരന്നിരിക്കുക. അവർ എൻജോയ് ചെയ്ത് കാണുന്നൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു സജഷനാണ്, കുട്ടികൾ അങ്ങനത്തെ സാധനങ്ങളോട് എക്സ്പോസ്ഡ് ആവാൻ നിങ്ങൾ കുറച്ചും കൂടി സമയം കൊടുക്കണം. അവർ ഇപ്പോഴേ ചാടിക്കയറി ഇതൊന്നും കാണണ്ട. അപ്പോൾ ചോദിക്കും സെൽഫ് ഡിഫെൻസ്, പിള്ളേർ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. യെസ്, പിള്ളേർ നിങ്ങൾ കൊണ്ടുപോയി പഠിപ്പിച്ചോളൂ. പക്ഷേ അത് ഇങ്ങനെ മറ്റേ ആളെ അടിച്ച് പറത്താൻ വേണ്ടിയിട്ടുള്ള സാധനമാണെന്നോ അല്ലെങ്കിൽ അമ്മ അതൊരു ഫോഴ്സ് കൊടുത്ത് നമ്മൾ ഇടിക്കുന്നതാണ് ഇടിയെന്നൊന്നും അങ്ങനെയൊന്നും പിള്ളേർ പഠിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. സോ ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമ മാൻ, നിങ്ങൾ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളാണെങ്കിൽ ധൈര്യമായിട്ട് പോയി കണ്ടോളൂ. ആക്ഷൻ സീക്വൻസുകളുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് കുത്തും വെട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഭയങ്കര ബ്ലഡ് ഷെഡ് അല്ല,
അതായത് മറ്റേ ഈ ചോര ഒഴുക്കി നമ്മളിങ്ങനെ അറപ്പിക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ വാളും കത്തിയും തോക്കും ഒക്കെ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫൈറ്റും പരിപാടികളൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ കൊടുത്ത കാശിന് നല്ല കിടുക്കാച്ചി പടം കഴിഞ്ഞ് ഇപ്പോൾ 12 മണി ആയപ്പോഴാണ് ഇപ്പോഴും ഞാൻ ചാർജിലാണ്. ഇപ്പോഴും ആ പടത്തിലെ ഏതെങ്കിലുമൊക്കെ സീക്വൻസുകൾ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് ഒരു വട്ടം കൂടി പോയാലോ എന്ന് ചോദിച്ചാൽ ഞാൻ പോയാലോ കാണാമല്ലോ അതിനിപ്പോൾ എന്താ എന്ന് ചോദിക്കും. നല്ല കിണ്ണം കാച്ചി ഇൻ്റർവൽ, കിണ്ണം കാച്ചി ക്ലൈമാക്സ്, എല്ലാം കൊണ്ടും ഇതിൻ്റെയൊക്കെ സ്പിൻ ഓഫ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പൊളിക്കും കേട്ടോ. സുഭാഷ് കെ രാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബ്ലാസ്റ്റ് എന്നെ സംബന്ധിച്ച് ഈ ആഴ്ച തിയേറ്ററിൽ എത്തിയിട്ടുള്ള സിനിമകളിൽ ദി ബെസ്റ്റ് ബ്ലാസ്റ്റാണ്. മറ്റേ പടക്കമല്ല, നല്ല കിടിലൻ സ്ഫോടനം. നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണല്ലോ, തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയും തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.